ഒരു സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായിട്ട് ഒരു ഈച്ച വരുന്നത് വളരെ രസകരമായ ഒരു സംഗതിയാണ്. 2012 എസ് രാജമൗലി സംവിധാനം ചെയ്ത സിനിമയിൽ നമ്മളിത് കണ്ടിട്ടുള്ളതുമാണ്. സംവിധായകൻ ദിലീഷ് കരുണാകരൻ രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ള ഏറ്റവും പുതിയ മലയാള സിനിമയായിട്ടുള്ള ലവ്ലി അത്തരത്തിലുള്ള ഒരു സ്പേസിലേക്ക് പോകാനുള്ള ഒരു ശ്രമമാണ്. പക്ഷെ പടത്തിന്റെ പ്രധാന കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എന്ത് തരത്തിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് ഇതിൽ വേണ്ടത് എന്നതിനെപ്പറ്റി സിനിമയ്ക്ക് വലിയ ധാരണയില്ല. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇതിൽ റീസണുകൾ കാരണം നായകന് ഒരു ഘട്ടത്തിൽ സംഭവിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ ഒന്നും അങ്ങോട്ട് വർക്ക് ആകുന്നില്ല. പ്രേക്ഷകരെ എൻഗേജ് ചെയ്യിക്കാൻ കഷ്ടപ്പെടുന്ന വലിച്ചു നീട്ടിയ പോലത്തെ ഒരു എന്റർടൈനർ ആയിട്ട് ലവ്ലി അങ്ങനെ മാറുകയാണ്. കാനഡയിൽ പോയി ജോലി ചെയ്യണം, അവിടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ബോണി ബേബി എന്ന ചെറുപ്പക്കാരനാണ് നമ്മുടെ നായകൻ. എന്നാൽ അച്ഛൻ സർവീസിലുള്ളപ്പോൾ മരിച്ചതിനാൽ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിൽ ഒരു LD ക്ലർക്കായിട്ട് ബോണിക്ക് പോസ്റ്റിംഗ് കിട്ടുന്നു. എന്നാൽ അതിനിടയ്ക്ക് ബോണി ഒരു കേസിൽ പെടുകയും റിമാൻഡിലാക്കപ്പെടുകയും ചെയ്യുന്നു. ജയിലിൽ വെച്ച് സംസാരിക്കുന്ന ഒരു ഈച്ചയെ ബോണി പരിചയപ്പെടുന്നതും അത് അയാളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നതുമാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. കഥയിൽ ആരെങ്കിലും ലോജിക്ക് കയറി ചോദിക്കുമോ എന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ ഒരാളുടെ സ്വപ്നത്തിലേക്ക് കയറാൻ പോവുകയാണ് എന്നൊരു വാർണിംഗ് സംവിധായകൻ തരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ സിനിമയ്ക്കുള്ള പ്രശ്നം ലോജിക്കലായിട്ടുള്ളതല്ല. സിനിമയിലെ സെക്കൻഡ് ആക്ടിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ നായക കഥാപാത്രമായ ബോണിയുടെ സ്വഭാവത്തിൽ വളരെ ഡ്രമാറ്റിക് ഒരു മാറ്റം വരുന്നുണ്ട്. അയാൾ വേറൊരു വ്യക്തിയായിട്ട് തന്നെ മാറുകയാണ്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ കാണുന്നവർക്ക് കുറച്ചുകൂടെ ബിലീവബിൾ ആകണമെങ്കിൽ ഒന്നെങ്കിൽ ബോണി പണ്ട് മുതലേ ഒരു ഇമോഷണൽ സപ്പോർട്ട് ആവശ്യമുള്ള വ്യക്തിയാണെന്ന് കാണിക്കണമായിരുന്നു, അല്ലെങ്കിൽ ബോണിയും ലവ്ലിയും തമ്മിൽ വളരെ നല്ലൊരു ബന്ധമാണെന്ന് കാണിക്കാൻ കുറച്ചുകൂടെ സമയം ആ ഒരു റിലേഷൻഷിപ്പ് കാണിക്കാൻ കൊടുക്കണമായിരുന്നു. പക്ഷെ വളരെ പെട്ടെന്ന് നടക്കുന്ന ബോണിയും ലവ്ലിയും തമ്മിലുള്ള ഹായ് ഹലോ ഫ്രണ്ട്ഷിപ്പ് അതിലൊരാളിൽ ഇത്ര വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ബോണിയോട് ഒരു എംപതി തോന്നാനുള്ള സാധ്യതയും കുറയുകയാണ്. സോൾട്ട് ആൻഡ് പെപ്പർ, മായ നദി മുതലായ സിനിമകളുടെ സഹരചയിതാവായിട്ടുള്ള ദിലീഷ് കരുണാകരൻ അധികം ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ഒരു സബ്ജക്ട് ചെയ്യാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. അദ്ദേഹം ആദ്യം സംവിധാനം ചെയ്തിരുന്ന ടമാർ പടാറും സ്വല്പം റിസ്ക് പിടിച്ച സബ്ജക്റ്റ് ആയിരുന്നു. പ്രധാന ട്രാക്കിലേക്ക് പിന്നീട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന തരത്തിലുള്ള പല സബ്പ്ലോട്ടുകളും ദിലീഷ് കരുണാകരൻ എഴുതി ചേർക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മനോജ് കെ ജയൻ മജിസ്ട്രേറ്റ് ആയിട്ട് വരുന്ന ഒരു ട്രാക്കിൽ ഹാപ്പിനെസിന്റെ ഒരു സ്നോബോൾ എഫക്റ്റ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ ഇതിൽ ബോണി അകപ്പെട്ടിട്ടുള്ള കേസിന്റെ ഒരു സില്ലി നേച്ചർ കാരണം ഇത്രയുമൊക്കെ ഇമ്പോർട്ടൻസ് ഒരു മജിസ്ട്രേറ്റ് കഥാപാത്രത്തിനും ഇതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങൾക്കും കൊടുക്കണോ എന്ന് നമുക്ക് തോന്നും. ഈ ഒരു സബ്പ്ലോട്ട് പോലെ ഓഫീസിലെ ബോണിയുടെ സീനിയർ ഉള്ള ഒരു ട്രാക്ക് കൂടെ ഉണ്ട്. ഈ രണ്ട് സംഗതികളും സിനിമയ്ക്ക് ഒരു 2 മണിക്കൂർ നീളം കിട്ടാൻ വേണ്ടി വലിച്ചു നീട്ടിയതുപോലെ തോന്നി. ഈ രണ്ട് ട്രാക്കുകളുടെയും ദൈർഘ്യം കുറച്ച് ബോണിയും ലവ്ലിയും തമ്മിലുള്ള ബന്ധത്തിലേക്ക് സിനിമ കുറച്ചുകൂടി ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ രണ്ടാം പകുതിയിൽ നടക്കുന്ന ഡ്രാമ കുറച്ചുകൂടെ ഇമോഷണൽ ആയി തോന്നിയേനെ. ഈ സിനിമ റൈഫിൾ ക്ലബിന് മുന്നേ ഷൂട്ട് ചെയ്ത സിനിമയാണ്. അതുകൊണ്ട് തന്നെ ടെക്നിക്കലി ആഷിഖ് അബു ആദ്യം സിനിമാറ്റോഗ്രാഫി ചെയ്തത് ഈ സിനിമയിലാണ്. സോഫ്റ്റ് ഫോക്കസ് ഉപയോഗിച്ച് വാം ടോണിൽ റെഡ് ആക്സെന്റ് എല്ലാം കൊടുത്ത് ഒരു ലൂസിഡ് ഡ്രീം സ്വഭാവം പടത്തിന് കൊടുക്കാൻ പുള്ളിക്ക് സാധിക്കുന്നുണ്ട്. വളരെ ക്ലീൻ ആയിട്ടുള്ള ഈച്ചയുടെ VFX ലുക്ക് കണ്ടാൽ തന്നെ ഗ്രാഫിക്സ് ആണ് എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാകും. ഒരു പാട്ടിൽ വരുന്ന വേൾഡ് ബിൽഡിംഗ് സംഗതികളിലെ വിഷ്വൽ എഫക്ട്സ് സാമാന്യം നല്ലത് തന്നെയായിരുന്നു. ഈ സിനിമയിൽ 3D വേണ്ട ഭാഗങ്ങൾ അത്രയ്ക്കധികം ഇല്ലാത്തതുകൊണ്ട് പല സ്ഥലത്തും 3D കണ്ണട നമുക്കൊരു ബാധ്യതയാണ്. ബോണി എന്ന കഥാപാത്രത്തിന്റെ ഇമോഷൻസ് കൃത്യമായിട്ട് തന്നെ സ്ക്രീനിൽ അവതരിപ്പിക്കാൻ മാത്യു തോമസിന് സാധിക്കുന്നുണ്ട്. ഒന്നാം പകുതിയിലെ വളരെ ചിൽഡ് ഔട്ട് ആയിട്ടുള്ള ബോണിയും രണ്ടാം പകുതിയിൽ വരുന്ന ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ബോണിയെയും മാത്യു നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. സ്മൂത്ത് ആയിട്ട് ട്രാൻസിഷൻ ചെയ്യാൻ തിരക്കഥ മാത്യുവിന് ഒരു അവസരം കൊടുക്കുന്നില്ല എന്നതായിരുന്നു പ്രശ്നം. ട്രെയിലറിൽ ശിവാംഗി കൃഷ്ണകുമാറിന്റെ ശബ്ദം കേട്ടപ്പോൾ പടത്തിൽ ചിലപ്പോൾ കുറച്ച് ഓവർഡു ചെയ്യും എന്ന് പേടിച്ചിരുന്നു. എന്നാൽ അത്രയ്ക്ക് ബോറായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഇംഗ്ലീഷും മലയാളവും മിക്സ് ചെയ്തിട്ടുള്ള ഡയലോഗുകൾ ഉപയോഗിച്ച് ക്രിഞ്ചാകാൻ സാധ്യതയുള്ള പല സംഗതികളും സംവിധായകൻ പരമാവധി കുറച്ചിട്ടുണ്ട്. കുമ്പളങ്ങി നൈറ്റ്സിൽ ആളത്ര വെടിപ്പല്ല എന്ന് പറയുന്ന ആഷ്ലിൻ ജോസഫിന് ഇതിൽ സാമാന്യം ഓർത്തിരിക്കാവുന്ന ഒരു കഥാപാത്രത്തെ കിട്ടിയിട്ടുണ്ട്. മനോജ് കെ ജയൻ, പ്രശാന്ത് മുരളി, അശ്വതി മനോഹരൻ, ബാബുരാജ്, അരുൺ പ്രദീപ്, ജോമോൻ ജ്യോതിർ, ഗംഗ മീര ഇവരൊക്കെയാണ് ഈ സിനിമയിലുള്ള മറ്റ് പ്രധാന അഭിനേതാക്കൾ. ഒരു ഐഡിയ ലെവലിൽ നിന്ന് കാര്യമായി പുരോഗമിച്ചിട്ടില്ലാത്തൊരു സിനിമയാണ് ഒരർത്ഥത്തിൽ ആകെ മൊത്തത്തിൽ ലവ്ലി. ഒരുപാട് വിഷ്വൽ എഫക്ട്സ് ഉള്ള ഒരു 3D സിനിമ കാണുക എന്നതിനേക്കാൾ പ്രേക്ഷകർ നോക്കുന്നത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന, റൂട്ട് ചെയ്യാൻ സാധിക്കുന്ന കഥാപാത്രങ്ങളുള്ള ഒരു കഥ കാണുക എന്നതാണ്. ബോണിയും ലവ്ലിയും തമ്മിലുള്ള ആത്മബന്ധത്തിലേക്ക് അത്ര സമയം ഇൻവെസ്റ്റ് ചെയ്യാത്ത ഈ സിനിമ 2 മണിക്കൂറിൽ താഴെ ദൈർഘ്യമായിട്ട് കൂടി വലിച്ചു നീട്ടലായിട്ട് അനുഭവപ്പെട്ടു. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്